ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകാം ഇതുപോലുള്ളൊരു കുട്ട കൊണ്ട്, പഴയൊരു കുട്ട കൊണ്ട് പ്രാവിനൊരു വർണ്ണ കൊട്ടാരമാണ് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിന് വളരെ ചിലവൊന്നും നമുക്ക് ആവശ്യമില്ല. അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇതുപോലെ 2 കാർഡ്ബോർഡിൻ്റെ പീസ് ആദ്യമായിട്ട് എടുക്കുക. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസായിരിക്കണം. അത് കുട്ട അതിന് പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഒരു പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ കുട്ടയ്ക്ക് നല്ല റൗണ്ട് ഷേപ്പൊന്നുമല്ല, എങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെ കത്രിക കൊണ്ടോ കത്തി കൊണ്ടോ മുറിച്ചെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഒഴിഞ്ഞ കാർട്ടണോ അതുപോലുള്ള എന്തെങ്കിലും ഇതുപോലെ കട്ടിയുള്ള കാർട്ടൺ എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കുട്ടയുടെ അളവിന് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അളവിൽ തന്നെ ഒരു പീസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഷേപ്പില്ലാത്ത ഭാഗങ്ങൾക്ക് നമുക്ക് കുട്ടയിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു പീസും കൂടി വെട്ടിയെടുക്കുക. ശേഷമായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് റോപ്പ് എടുക്കുക. റോപ്പ് എടുത്തതിന് ശേഷം വലിയ കട്ടിയൊന്നും വേണ്ട റോപ്പിന്, ഇതുപോലെ ചെറിയ കട്ടിയുള്ള റോപ്പ് എടുത്തതിന് ശേഷം ആ മുറിച്ചെടുത്ത പീസ്, കാർഡ്ബോർഡിൻ്റെ പീസ് നമുക്ക് കുട്ടിയുടെ പുറത്തേക്ക് വെച്ച് ഇതുപോലെ കോർത്ത് തയ്ച്ചെടുക്കാം. ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ മുനയുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് കുത്തി അകത്തേക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ കോർത്ത് തയ്ച്ചെടുക്കാം. ഇതിന് വലിയ ചിലവൊന്നും നമുക്ക് വരുന്നില്ല. ഏകദേശം 50 രൂപയിൽ താഴെയാണ് ഒരു കൂട് നിർമ്മിക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ശേഷമായിട്ട് നമുക്ക് കുട്ടയിൽ തന്നെ ഒരു സൈഡിന് പ്രാവിന് ഒരു വാതിൽ നമുക്ക് നിർമ്മിക്കാം. ഇതുപോലെ കത്തി കൊണ്ട് കുറച്ച് ഭാഗങ്ങൾ അറുത്തു മാറ്റി കളയുക. ശേഷമായിട്ട് നമുക്കിതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ പലക കഷ്ണമോ എന്തെങ്കിലും കട്ടിയുള്ള സാധനം കയറ്റി വെച്ചതിന് ശേഷം അത് വിടവ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ റോപ്പ് അകത്തേക്ക് കയറ്റി അടിഭാഗത്തൊന്ന് ബലപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരിയുന്നത്. റോപ്പ് വരിഞ്ഞെടുക്കുക. ശേഷം നമുക്ക് ഒരു ഓസ് ആവശ്യമുണ്ട്. നമ്മൾ പഴയ ഓസാണ്, ഇത് പൊട്ടിപ്പോയ ഓസാണ്. ഇത് പകുതിയായിട്ട് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വാതിലൊരു ബോർഡറായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുനകളൊന്നും പ്രാവിൻ്റെ പക്ഷിയുടെ ശരീരത്തേക്ക് കൊള്ളില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഹോസിൻ്റെ പകുതി ഭാഗം കൊണ്ട് ഇതുപോലെ റോപ്പ് കൊണ്ടോ അല്ലെങ്കിൽ കെട്ട് കമ്പി കൊണ്ടോ വരിഞ്ഞെടുക്കാം. ഞാനിവിടെ റോപ്പ് കൊണ്ടാണ് വരിഞ്ഞെടുക്കുന്നത്. ശേഷം ഇതിൻ്റെ പുറത്തുകൂടി ഒരു ഹോസ് കൊണ്ട് ഇതുപോലെ കെട്ട് കമ്പി കൊണ്ട് വരിഞ്ഞെടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെ റോപ്പ് കൊണ്ട് നമുക്ക് മെല്ലെ വരിഞ്ഞെടുക്കാം. ശേഷം നമുക്കൊന്നുകൂടി റോപ്പ് ചുറ്റി ഒന്ന് ബലപ്പെടുത്തി ആ കാർഡ്ബോർഡുമായിട്ട് ചേർത്ത് ബലപ്പെടുത്തി ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡോറാണ്. ഡോറിന് വേണ്ടി നമുക്ക് ചെറിയൊരു നെറ്റിൻ്റെ ഒരു പ്ലാസ്റ്റിക്കല്ല, ഒരു പച്ച നെറ്റിൻ്റെ ഒരു പീസാണ് എടുക്കുന്നത്. പ്ലാസ്റ്റിക് കോട്ടിങ്ങാണ്, അകത്തെ കമ്പിയാണുള്ളത്. ഇത് നമുക്ക് കത്രി കൊണ്ടൊക്കെ അനായാസം മുറിച്ചെടുക്കാം. ഇതൊരു തൊണ്ട് പഴയ പീസ് വീട്ടിൽ കിടന്നതാണ്. അതെടുത്ത് നമുക്ക് ഡോറ് പണിയാനായിട്ട് ഇതുപോലെ അളവിന് മാർക്ക് ചെയ്തെടുക്കാം. ഒരു സ്ക്വയർ ഫീറ്റ് 10 രൂപ വില വരുന്നുള്ളൂ. ഒരു സ്ക്വയർ ഫീറ്റ് ഇതിനാവശ്യം വരുന്നില്ല. ഇതുപോലെ കത്രിക കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ ഉള്ള ഓസിൻ്റെ പകുതി ബാക്കി ഭാഗം എടുത്ത് ഇതിൻ്റെ റൗണ്ടിന് നമുക്കൊന്ന് ബോർഡറായിട്ട് കെട്ട് കമ്പി കൊണ്ട് ചുറ്റിയെടുക്കാം. അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. ഇതുപോലെ ഓസിൻ്റെ പകുതി ഭാഗം മുറിച്ചെടുത്ത് പഴയ വീട്ടിൽ ഉപയോഗമില്ലാതെ കിടന്ന പൊട്ടിപ്പോയ ഹോസാണ്. ഹോസില്ലാത്തവർ ഇതിന് മറ്റ് മാർഗ്ഗങ്ങൾ സ്വീകരിക്കാവുന്ന. ഇതുപോലെ നമുക്ക് ബോർഡറായിട്ട് ഹോസിൻ്റെ ഭാഗം കൊണ്ട് കെട്ട് കമ്പി കൊണ്ട് കെട്ടിയെടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ആ കുട്ടയിൽ
ആ ഹോസ് കൊണ്ട് വരിഞ്ഞ ഭാഗത്ത്, റോപ്പ് കൊണ്ട് വരിഞ്ഞ ഭാഗത്ത് അതിൻ്റെ പുറത്തുകൂടി വീണ്ടും ഒരു ഹോസിൻ്റെ പീസ് വെച്ച് കവർ ചെയ്ത് കെട്ട് കമ്പി കൊണ്ട് ഞാൻ കെട്ടിയെടുക്കുന്ന ദൃശ്യം നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാവുന്നതാണ്. ഹോസ് കുറച്ചധികം വീട്ടിൽ കിടന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡോർ റെഡി ആയിരിക്കുകയാണ്. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോസിൻ്റെ ബാക്കി ഭാഗം കൂടി ഈ റോപ്പിന് പുറത്ത് വെച്ച് നമുക്ക് കെട്ട് കമ്പി കൊണ്ട് വരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ റോപ്പ് പുറത്തേക്ക് കാണാതെ ഒരു കൂടുതൽ സേഫ്റ്റി ആയിട്ട് ഈ വാതിലിന് ഉണ്ടാകും. ബാക്കിയുള്ള ഭാഗം ഇതുപോലെ മുറിച്ച് മാറ്റുക. ഇത് നമുക്ക് ഡോർ ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡോർ ഫിറ്റ് ചെയ്യുന്നതിന് ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ടാഗാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ടാഗ് കൊണ്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്യാതെ നമ്മൾ ഡോർ ചേർത്ത് വെച്ചതിന് ശേഷം വിജാഗിരി സെറ്റ് ചെയ്യുന്നത് പോലെ സെറ്റ് ചെയ്യേണ്ടതാണ്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. കണ്ടതുപോലെ ടാഗ് കൊണ്ട് കെട്ടിവെക്കുക. കെട്ടുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യാതെ കുറച്ച് ലൂസാക്കി ഇടണം, എന്നാലേ നമുക്ക് ഡോർ തുറക്കുവാനും അടയ്ക്കുവാനും കഴിയുകയുള്ളൂ. ഇതുപോലെ 3 ടാഗാണ് ഞാനിതിൽ വിജാഗിരിക്ക് പകരമായിട്ട് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഈ ഡോറിൻ്റെ പിടിപ്പിക്കുന്നതിന് വേണ്ടി കൊളുത്ത് വേണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ റോസിൻ്റെ പകുതി ഭാഗം കീറാതെ മുറിച്ചെടുത്തതിന് ശേഷം കമ്പി കൊണ്ട് നല്ലതുപോലെ കെട്ടിവെക്കുന്നുണ്ട്. റോസിൻ്റെ കുറച്ച് ഭാഗം അതുപോലെ മുറിച്ചെടുത്ത് മറ്റ് മരകഷ്ണമോ മറ്റേതോ വല്ലതാകുമ്പോൾ നമുക്കിതുപോലെ കുട്ടയായതുകൊണ്ട് നമുക്ക് വളഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഹോസാകുമ്പോൾ നമുക്കിതുപോലെ വളഞ്ഞ് കിട്ടും. ഇതുപോലെ കെട്ടിവെക്കാം. നമുക്ക് ഹോസിൻ്റെ ഒരു പീസ് എടുത്ത് കെട്ടിവെച്ചതിന് ശേഷം ഇതിൽ നമുക്ക് ഈ ഡോറിൻ്റെ ലോക്ക് അതായത് ഒന്ന് പിടിച്ച് വെക്കുന്നതിന് വേണ്ടി പഴയ കസേരയുടെ അടിയിലുള്ള ബുഷാണിത്. അതൊരെണ്ണം എടുത്തിട്ട് ഇതുപോലെ സ്ക്രൂ കയറ്റി വെച്ചിട്ട് ആ ഹോസിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്. ഇത് വളഞ്ഞൊരു സ്ക്രൂ ഡ്രൈവർ ആയതുകൊണ്ട് പെട്ടെന്ന് നടക്കുന്നില്ല. അടുത്ത സ്ക്രൂ ഡ്രൈവർ കണ്ടില്ല, അടുത്ത സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ടൈറ്റ് ചെയ്യാം. ഇതുപോലെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു കെട്ട് കമ്പി എടുത്ത് നല്ലതുപോലെ കുറച്ച് കനത്തിൽ ചുറ്റിയെടുക്കുക. അതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം ആ ഡോറിൻ്റെ ഭാഗത്ത് കയറ്റി ചുറ്റിയെടുക്കാം. കെട്ട് കമ്പി ആയതുകൊണ്ട് അനായാസന നമുക്ക് ചെയ്യാവുന്നതാണ്. ശേഷം അഗ്രഭാഗം ഒന്ന് വളച്ച് വെച്ചിട്ട് ഇതുപോലെ കണ്ട ആ കസേരയുടെ ബുഷ് ഫിറ്റ് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ വളച്ച് വെച്ച് കൊടുത്താൽ നല്ലതുപോലെ ടൈറ്റായിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ കൂട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. വർണ്ണക്കൊട്ടാരം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വർണ്ണങ്ങൾ, കുറച്ച് പല കളറുകളും ഞാനിവിടെ ബ്ലാക്ക്, വൈറ്റ്, ഓറഞ്ച് കളറാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല പല കളേഴ്സ് അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഷെയ്ഡിന് താഴെ മരത്തിലൊക്കെ തൂക്കിയിടാം, സ്റ്റാൻഡിൻ്റെ പുറത്ത് വെച്ച് ഉപയോഗിക്കാം. നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി നമുക്കതിനകത്ത് പ്രാവിനെ ഇടാം. ഇതുപോലെ പല പല കളറൈസൊക്കെ അടിച്ചാൽ നമുക്ക് നല്ല രസമായിരിക്കും. വീടിൻ്റെ ഫ്രണ്ടിൽ ഒക്കെ തൂക്കിയിടാൻ നല്ല രസമായിരിക്കും. അതുപോലെ സ്റ്റാൻഡിലൊക്കെ വെക്കാം നമുക്ക്. ഒരു ഹോബറിനെയാണ് ഞാൻ ഇതിനകത്ത് പിടിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.
ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.